ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് തന്നെ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ഇന്ന് കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്, പിന്നെ കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ വിരുന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കണ തിരക്കാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവർ കുറച്ച് ലോങ്ങിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേന് നമുക്ക് ഫുഡ് റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ബട്ടർ സ്കോച്ച് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ, രക്ഷയില്ല. പിന്നെ അത് നമ്മളിവിടെ ടേസ്റ്റി ബീഫ് കേട്ടോ. അപ്പോൾ മലയാളികൾക്ക് ബീഫ് വെച്ചിട്ടില്ല ഒരു പരിപാടിയില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫേവറേറ്റ് ചിക്കൻ പൊരിച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ അവർ എത്താനായിട്ടോ. അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കാൻ പോവാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് നമുക്ക് ആദ്യമായിട്ട് ജ്യൂസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് വെൽക്കം ജ്യൂസാണ് കേട്ടോ. അത് കുറച്ച് ലോങ്ങിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ജ്യൂസ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഫുഡിലേക്ക് കടക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞങ്ങൾ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവർ ഫുഡ് കഴിക്കട്ടെ. വൈകുന്നേരം സമയമായപ്പോൾ അവർ പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് അവർ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. അതേപോലെ അച്ചപ്പം, കൊയിലപ്പം, അതേപോലെ ചിപ്സ് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അവർ ഗർഭിണീനെ കാണാൻ വന്നപ്പോൾ അവർക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അടുത്ത ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് ലഡു ആണ് കേട്ടോ. അപ്പോൾ ലഡും മൗസൂരി പാക്ക് വന്നിട്ടോ. പിന്നെ വേറൊരു ബോക്സിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. പഴം ഉണ്ടായിരുന്നു, മുന്തിരി, വത്തക്ക, ആപ്പിള്, ഓറഞ്ച്, റുമ്മാൻ, പിന്നെ സ്വീറ്റ് കോണും കൊടുത്തിട്ടുണ്ടായിരുന്നു, അടയ്ക്കപ്പായം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഉണ്ണിയപ്പത്തിൻ്റെ കുക്കിങ്ങിലേക്ക് പോയിട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മാവ്. അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്ത് വറുത്തിട്ട് അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാക്കു ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ കാക്കുവിൻ്റെ അടുത്ത് കൊടുത്തയക്കാനുള്ള ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടോ. അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് പിന്നെ സ്വീറ്റ്സൊക്കെ നമ്മൾ ബോക്സിലാക്കി കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാമല്ലോ ഉണ്ണിയപ്പം റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നാടൻ കോഴി അവിടെ വറ്റിച്ച് നല്ല വായിൻ്റെലൊക്കെ വാട്ടി നമ്മൾ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതിഞ്ഞ്
റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ നാടൻ കോഴി. അപ്പത്തിന് ഇതവിടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ പെട്ടി വെട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കുറേ ഐറ്റംസ് കൊണ്ടുപോയിട്ടുണ്ട് 2 ബോക്സിലായിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.